വിവിധ സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി ഞങ്ങൾ കടന്നു പോകാറുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തും കടന്നു വരുവാൻ ഞങ്ങൾക്കിടയായി. ഞാൻ ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സമാധാനം എന്നുള്ളതാണ്. നമ്മുടെ നാടും നഗരവും ഒക്കെ ഇന്ന് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, ഭീതി ഉളവാക്കുന്ന സംഗതികളാണ് ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. സമാധാനം എങ്ങുമില്ല. സമാധാനം എവിടെ കിട്ടും എന്ന് ചിന്തിച്ച് ഇന്ന് മനുഷ്യർ ഓടുകയും എവിടെ സമാധാനം കിട്ടും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഭവനങ്ങളിൽ സമാധാനമില്ല. കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് കലുഷിതമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ് നാം കാണുന്നത്. മദ്യം, മയക്കുമരുന്ന്, രാസലഹരികളൊക്കെ ഇന്നത്തെ സമൂഹത്തെ വല്ലാതെ നീരാളിപ്പിടുത്തം പോലെ ഇന്നത്തെ സമൂഹത്തെ വല്ലാതെ കവർന്നുകൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യമയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ പുരുഷന്മാരും അതുപോലെ ചെറുപ്പക്കാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിവിശേഷമൊക്കെ മാറി. ഇന്ന് സ്ത്രീകളും കുട്ടികളും വരെ മദ്യത്തിനും മയക്കുമരുന്ന് പോലെയുള്ള ലഹരികൾക്ക്, അസാൻമാർഗികതകൾക്ക്, ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഒരേ ബിവറേജ് കൗണ്ടറിൽ അപ്പനും മകനും ഇന്ന് മദ്യം വാങ്ങി ഷെയറിട്ട് കുടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളം എന്ന വഴിമാറിക്കൊണ്ടിരിക്കുകയും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് ഭ്രാന്താലയമായി മാറുകയാണ്. ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമ്മുടെ നരമ്പുകളിൽ എന്നും കവിവാക്യം. എന്നാൽ ആ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സാമൂഹിക സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനവും സന്തോഷമൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീടുകളിൽ സമാധാനവും സന്തോഷവും അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുക. പണ്ട് നമുക്ക് ആഹാരത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് മറ്റ് സൗകര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ അല്ലെങ്കിൽ പുല്ലുമേഞ്ഞ വീടുകളിലൊക്കെ നാം അധിവസിച്ചിരുന്നപ്പോൾ നമുക്ക് സമാധാനമുണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ കോളേജുകളോ സ്കൂളുകളോ ആസ്പത്രികളോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു അന്നത്തെ കാലം. അന്ന് നമ്മുടെ വീടുകളിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിരുന്ന, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന, ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ നമുക്കിന്ന് ഓർമ്മയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ല. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ ഇന്ന് മനുഷ്യൻ അതിലും വരമ്പ് മാറി നിൽക്കുന്നൊരു സാഹചര്യം. പണ്ട് കാലങ്ങളിൽ നമുക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. നമ്മളെല്ലാം ഏക സ്നേഹം കൊണ്ട് വസിച്ചിരുന്നൊരു കാലമുണ്ടായി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് പലതിന്റെയും പേരിൽ നാം വിഘടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്നതായ കാര്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് മുൻപ് കഴിഞ്ഞ സ്ഥലത്ത് പ്രസംഗിച്ച ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒരു വീട്ടിലെ അമ്മ സ്വന്തം മകന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പോലീസിനെ വിളിച്ചു വരുത്തി. എന്തിനു വേണ്ടിയാ ഒരമ്മ അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. സ്വന്തം അമ്മ പോലീസിനെ വീട്ടിൽ വിളിച്ചു വരുത്തി. കാരണം മകന്റെ അധാർമികമായ ജീവിതം, മദ്യം, മയക്ക് പോലെയുള്ളതായ രാസലഹരി ഉപയോഗിച്ചു വന്ന് സ്വന്തം അമ്മയെ ഉപദ്രവിക്കുകയും വീട്ടിലുള്ള സാമാനങ്ങൾ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുകയും കൊന്നുകളയും എന്നൊക്കെ പറയുന്നതായ ഒരു അവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഈ മകൻ കൊന്നുകളയാനുള്ള സാഹചര്യം സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസുകാര് അവനെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഇങ്ങനെയൊക്കെയുള്ളതായ വാർത്തകൾ ദിവസം പ്രതി നാം കേൾക്കുകയാണ്. ഈ ഒരാഴ്ച ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ കൊലപാതകമില്ലാത്ത ഒരു ദിവസം പോലും ഇന്ന് വരെ ഈ ശനിയാഴ്ച രാവിലെയും കേട്ടു ലഹരി മാഫിയകൾ തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് അവരിൽ ഒരുത്തനെ കുത്തിക്കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. ഈ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ കൊലപാതകമില്ലാത്ത ഒരു ദിവസം പോലുമില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ 12 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു മകൾ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അടുത്തുള്ള വീടിനടുത്തുള്ള കിണറിൽ കൊണ്ടിട്ട് ആ കുഞ്ഞ് മരിച്ചു പോകാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 12 വയസ്സ് മാത്രമേ ആ മോൾക്കുള്ളൂ. അവൾക്ക് വേണ്ടത്ര സ്നേഹം ലഭിക്കുന്നില്ല. അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹവും കരുതലും ഒക്കെ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ലഭിക്കുന്നു എന്നുള്ള ചിന്താഗതി അവൾ ആ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്ത് കിണറ്റിൽ കൊണ്ടിടുവാനിടയായി തീർന്നു. ഇങ്ങനെയൊക്കെയുള്ളതായ സംഭവങ്ങളാണ് ദിവസവും നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. കൊലപാതകങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. വെഞ്ഞാറമ്മൂടത്തെ കൊലപാതകം നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. ഞാൻ വിചാരിച്ച അതോടുകൂടെ ഈ പരമ്പരയൊക്കെ അവസാനിച്ചു എന്ന് ചിന്തിച്ചതാ. ഇല്ല, ഓരോ ദിവസവും ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടിക്കൂടി വരികയാണ്. മദ്യവും മയക്കുമരുന്നും ലാസ്യലഹരിയും ഒക്കെ നമ്മുടെ ദേശത്ത്, നമ്മുടെ സമൂഹത്തെ വല്ലാതെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ, നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മദ്യമയക്കുമരുന്ന് രാസലഹരിയുടെ നീരാളി പിടുത്തത്തിന്റെ അകത്തേക്ക് ഇന്നവർ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുകയാണ്. നമ്മളവരെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, നല്ല ആഹാരം കൊടുത്ത്, നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, എന്നെ പോലെ മറ്റുള്ളവരെ പോലെ അവർ കഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ച് അവർക്ക് നല്ല ആഹാരം കൊടുത്ത്, നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നമ്മൾ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു. എങ്കിലും ഇന്ന് നമ്മുടെ യൗവനക്കാർ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? ഇവിടെ ഡി-അഡിക്ഷൻ സെന്ററുകൾ ഇല്ലാത്തത് കൊണ്ടോ, കൗൺസിലിംഗ് സെന്ററുകൾ ഇല്ലാത്തത് കൊണ്ടോ, ഇവിടെ നിയമങ്ങളില്ലാത്തത് കൊണ്ടോ, ഇവിടെ പോലീസ് അധികാരികളില്ലാത്തത് കൊണ്ടോ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന, മനുഷ്യനിൽ അധിവസിക്കുന്ന പാപപ്രകൃതമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ തിന്മകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകമെന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, നിയമങ്ങളില്ലാത്തത് കൊണ്ടോ, ശിക്ഷകളില്ലാത്തത് കൊണ്ടോ, അധികാരങ്ങളില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഇതൊക്കെ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകമെന്ന് പറയുന്നത് മനുഷ്യനിൽ അധിവസിക്കുന്ന പാപമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്, അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്.
പാപമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ പ്രവർത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകം എന്ന് പറയുന്നത്. പാപോഹം, പാപകർമ്മോഹം, പാപാത്മാ, പാപസംഭവ. എല്ലാ മനുഷ്യരും പാപികളത്രേ. അസത്തോമാ അതേ സത്തമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ ആര് സത്യത്തിലേക്ക് നയിക്കും? മൃത്യോമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് നിത്യജീവനിലേക്ക് നയിക്കും? അതേ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ ആര് വെളിച്ചത്തിലേക്ക് നയിക്കും? അസത്യത്തിൽ നിന്നും, അസാന്മാർഗതയിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേയുള്ളൂ. ആ മാർഗത്തെയാണ് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നത്. ആ മാർഗമാണ് കഴിഞ്ഞ നാളുകളിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട, അസാന്മാർഗികമായ ജീവിതം നയിച്ച ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്, ഞങ്ങളെ മനുഷ്യരാക്കി തീർത്ത ഈ മാർഗമാണ് ഞങ്ങൾക്ക് ദേശത്തോട് പറയാനുള്ളത്. ആ മാർഗമാണ് യേശു ക്രിസ്തുവാകുന്ന മാർഗം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും, പാപത്തിന്റെ അനന്തരഫലമായ അതേ ദുശീലങ്ങളിൽ നിന്നും, അസാന്മാർഗതയിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം, ആ മാർഗമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന മാർഗം. പ്രിയമുള്ളവരെ, ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ അങ്ങ് പലസ്തീനായിലുള്ള യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. കാരണം അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33 വയസ്സ് വരെ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായി തീർന്നു. എന്തിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുവാനോ ഇവിടെ കുറച്ച് അണികളെ ഉണ്ടാക്കുവാനോ അല്ല, മറിച്ച് പാപത്തെ നീക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. അപ്പൊ പാപം എന്ന വില്ലനെ നീക്കുവാനാണ്, പാപത്തെ നീക്കുവാൻ, പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ നീക്കുവാൻ, പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ അത്രേ. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ച് അതിന്റെ നടുവിൽ അജയ്യനായി നിലകൊള്ളുന്ന, മരണമില്ലാത്തവനായി നിലകൊള്ളുന്ന ഒരേ ഒരു രക്ഷിതാവ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, പാപത്തിന് അടിമപ്പെട്ട് പാപസമ്മതമായ പ്രവൃത്തികൾ ചെയ്ത് ദേശത്തെ, സമൂഹത്തിൽ തകർന്ന മനസ്സോടെ, ഉറുങ്ങിയ ഹൃദയത്തോടെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാന്യ സഹോദര, മാന്യ സുഹൃത്തേ, താങ്കൾക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള അതേ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി ഒരുക്കി തന്ന രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത്. എങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം? അതിനൊരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എങ്ങനെയാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കേണ്ടത്? അതേ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുക. എന്താണ് രക്ഷയ്ക്കായി വിശ്വസിക്കേണ്ടത്? എന്താണ് വായ് കൊണ്ട് ഏറ്റുപറയേണ്ടത്? ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഞാൻ പാപസംബന്ധമായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. യേശുവേ, എന്റെ അനേകമായ പാപങ്ങളെ അവിടുത്തെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞ് എന്നെ അവിടുത്തെ മകനാക്കി, മകളാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമെങ്കിൽ, നീതിക്കായി, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ, താങ്കൾക്കും ദൈവത്തിന്റെ മകനായി, മകളായി മാറുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തു എന്ന അതേ ഏക രക്ഷകനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുന്ന, യേശുവിന്റെ രക്തത്താൽ
അതേ കടികൾ പ്രാപിക്കുന്ന ഓരോ ദൈവത്തിന്റെ വൈദ്യനും നിസ്സംശയം പറയുവാൻ കഴിയും, അതേ താങ്കൾക്കാണ് രക്ഷ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതേ പാപക്ഷമ പ്രാപിക്കുവാൻ, അതേ യേശു ക്രിസ്തുവിനോടുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടോ, സാമ്പ്രാണിത്തിരി കത്തിക്കുന്നത് കൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടോ, പുണ്യകാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ, തലമുണ്ടനം ചെയ്യുന്നത് കൊണ്ടോ അല്പമായ മാനസികാശ്വാസം ലഭിക്കും. പക്ഷേ നിത്യമായ രക്ഷയ്ക്ക് ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന മാർഗമാണ്. ആ കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി വിശ്വസിച്ച്, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ്, യേശുവിന്റെ രക്തത്താൽ കടികൾ പ്രാപിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സൗജന്യമായ രക്ഷ ഇപ്പോൾ തന്നെ, നാളെയല്ല, അതേ അടുത്ത ദിവസമല്ല, ഈ വിശ്വസിക്കുന്ന ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും രക്ഷയും ലഭിക്കാനായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശു പോയത് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ആ യേശു വിളിച്ചു പറയുന്നു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ലോകത്തിൽ അനേകം മഹാന്മാർ മരിച്ചു, പക്ഷെ അവരാരും പറഞ്ഞില്ല ഞങ്ങൾ വീണ്ടും വരുമെന്ന്. എന്നാൽ യേശു മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ കാൽവരിയുടെ കുലത്തളത്തിൽ തോൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പ്രകാരം ദൈവത്തിന്റെ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു പോയ യേശു കർത്താവ് അവൻ പോയതുപോലെ വീണ്ടും വരും. യേശു കർത്താവ് പോയതുപോലെ വീണ്ടും വരും. എന്തിനാണ് യേശു കർത്താവ് പോയതുപോലെ വീണ്ടും വരുന്നത്? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതായ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ക്രിസ്ത്യാനിയായേക്കാം, പള്ളിയിൽ പോകുന്നവനായേക്കാം, പെത്തുകോമിൽ പോകുന്നവനായേക്കാം, നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ താനും ഞാനും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും അതേ ന്യായം വിധിക്കുന്ന പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് മരണം നിശ്ചയമാണ്, ദിവസം നിശ്ചയമല്ല. കൊട്ടാരമായാലും വിട്ടേ മതിയാകത്തുള്ളൂ. കോട്ടയ്ക്കകത്തും മരണം കയറി വരും. മരണം എന്ന് പറയുന്നത് ഒരവസാന വാക്കല്ല. മരണം കൊണ്ട് അസ്തമിക്കുന്നത് അവസാനിക്കുന്നതോ അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ വാത്സല്യ സഹോദര സഹോദരി, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അടുത്ത ദിവസമാകട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് ചിന്തിച്ച് സമയം കളയാനില്ല. മരണം നിശ്ചയമാണ്, ദിവസം നിശ്ചയമല്ല. എന്നാൽ മരണത്തിനു മുൻപേ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ്, യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും കണികലും പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയുമെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരും. ആകാശ കൊടുകിടക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഭൂമിയും അതിലുള്ള സകല പണികളും തീ കൊണ്ട് വെന്തുപോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും കാലടിയാകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിന് കെടാത്ത തീരിട്ട് ചുട്ടുകളയും ചെയ്യുന്നത് പോലെ ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. നോഹയുടെ കാലത്തെ പോലെ
അതേ ലോത്തിന്റെ കാലത്തേതുപോലെയുള്ളതായ വലിയൊരു ദൈവിക ന്യായവിധി വരുന്നതിന് മുൻപേ രക്ഷപ്പെടുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുന്നുവെങ്കിൽ അതെല്ലാം അന്വർത്ഥമായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷം ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ച് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട അസാൻമാർഗീയമായ ഒരു ജീവിതമാണോ താങ്കൾ നയിക്കുന്നതെങ്കിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു രക്ഷ ആവശ്യമാണ്. താങ്കൾ രോഗിയായി നിൽക്കുകയാണ്, മാനസികമായി തകർന്ന് ശാരീരികമായി തകർന്ന് ഒരു മുഴം കയറിനകത്തോ ആത്മവിഷത്തിനകത്തോ ജീവിതം അവസാനിപ്പിച്ചേക്കാം. ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ഭർത്താവിന് എന്നെ ആവശ്യമില്ല, ഭാര്യയ്ക്ക് എന്നെ ആവശ്യമില്ല, മക്കൾക്ക് ആവശ്യമില്ല, മാതാപിതാക്കൾക്ക് ആവശ്യമില്ല. തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കാലം തികഞ്ഞു, ദൈവരാജ സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സുവിശേഷം എന്ന് പറയുന്നത് യേശു കർത്താവാകുന്ന സുവിശേഷം. ആ യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറഞ്ഞു യേശുവിന്റെ രക്തത്താലുള്ള കണികളും വീണ്ടെടുപ്പും പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഈ ദേശത്തെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പാപത്തെ സ്നേഹിപ്പാൻ